ദേവയാനി ലിവർ തന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് 50 ലക്ഷം രൂപ ചെക്ക് എഴുതിക്കുകയാണ് ആദർശിനെ കൊണ്ട്. എന്നാ അനാമിക ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരിക്കും. ആദർശ് ദേവയാനിയോട് ചോദിക്കുന്നുണ്ട്, അല്ലമ്മേ, ഇത്രയും വലിയ തുക ആർക്ക് കൊടുക്കാനായിട്ടാ? അതെന്റെ ജീവൻ രക്ഷിച്ച ആ കുട്ടിക്ക് കൊടുക്കാനുള്ളതാ. അത് വേണ്ട അമ്മേ, അവര് വേണ്ട എന്നല്ലേ പറഞ്ഞത്. പണത്തിന് വേണ്ടിയല്ല അവരീ കാര്യം ചെയ്തേന്ന് അവരെന്റെ അടുത്ത് പറഞ്ഞതാ. അമ്മ ഇനി ഈ പൈസയൊന്നും എഴുതണ്ട. അല്ല മോനെ, എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാ ഞാൻ ഈ പൈസ നിന്നോട് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പറയുന്നത്. ആ കുട്ടിക്ക് പൈസ വേണ്ടേ വേണ്ട, അവരുടെ ബന്ധുക്കൾക്കോ ഭർത്താവിനോ ഒക്കെ കൊടുക്കാലോ. ആ കുട്ടിയുടെ ഭർത്താവിനാ ഇതിനോടൊന്നും താല്പര്യമില്ലാത്തത്. അവരെന്തായാലും ഇത് വാങ്ങുമെന്ന് തോന്നുന്നില്ല അമ്മേ. അമ്മ ഇനി ആ കുട്ടിയെ നേരിട്ട് കാണാൻ പോകുമ്പോൾ കൊടുത്താൽ മതി എന്ന് ആദർശ് പറയാണ്. അത് വേണ്ട, നേരിട്ട് കാണാൻ പോകുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുപോകും. ഇതിപ്പോ എന്റെ സമാധാനത്തിന് വേണ്ടിയിട്ടാ. ഇത് നീ അവരുടെ കയ്യിൽ എത്തിക്കണം. എടാ, ഇത് കുറഞ്ഞു പോയോടാ. എന്താ അമ്മേ, കുറഞ്ഞു പോയോ ഇല്ലയോ എന്നല്ല കാര്യം. 1 ലക്ഷം ആണെങ്കിലും അവരത് വാങ്ങിക്കണ്ടേ, എന്നിട്ടല്ലേ കാര്യമുള്ളൂ എന്ന് ആദർശ് പറയണം. ഇതൊക്കെ കേട്ട് അനാമിക മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. ബ്ലഡെങ്കിലും കൊടുത്താൽ മതിയായിരുന്നു, എന്ന് എനിക്കൊരു 10 ലക്ഷമെങ്കിലും എഴുതി തന്നേനെ. ഇതിപ്പോ ഒന്നും ചെയ്തില്ല എന്നും പറഞ്ഞ് സങ്കടത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആദർശ് ഈ ചെക്കുമായിട്ട് നേരെ പോകുന്നത് നയനയുടെ അടുത്തോട്ടായിരിക്കും. നയന ഇപ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്ത് പതിയെ നടക്കാനൊക്കെ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദർശ് വരുന്നത് നയന കാണുകയാണ്. നയന ആദർശിന്റെ അടുത്തോട്ട് നടന്നു ചെല്ലുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, നടക്കാനൊക്കെ പറഞ്ഞത് ശരിയാ, എന്ന് കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെ എണീറ്റൊന്നും നടക്കരുത്, കൂടെ ആരെങ്കിലും വേണം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. ഡോക്ടർ പറഞ്ഞത് ആദർശേട്ടനും കേട്ടതല്ലേ. ഇനിയിപ്പോൾ ചെറിയ ജോലികളൊക്കെ ചെയ്തു തുടങ്ങാമെന്ന് ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞത്. അതൊക്കെ ശരിയാ, എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. നീ നല്ല കെയർ എടുക്കേണ്ട സമയാ ഇപ്പോൾ. ആരോഗ്യം പഴയ നിലയിൽ എത്തിക്കണം. എന്നിട്ട് വേണം അനന്തപുരിയിലോട്ട് നിന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ. അത് ചേട്ടാ, മലയ്ക്ക് പോകേണ്ട കാര്യങ്ങളെല്ലാം എന്തൊക്കെയായി? എന്നാ പോവാൻ തീരുമാനിച്ചേ? മകരവിളക്കിന് മുൻപേ മല കയറണം. ഇവിടുന്ന് നടന്നു പോവാന്നാ ആദ്യം പറഞ്ഞത്. ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് എരുമേനിയിൽ നിന്ന് നടന്നു പോവാനാ. മല ചവിട്ടുമ്പോൾ എന്റെ മനസ്സിൽ ഒരാഗ്രഹം മാത്രമേ ഉള്ളൂ, അമ്മയുടെ എല്ലാ സ്വഭാവം മാറി നിന്നെ സ്നേഹിക്കണമെന്ന്. അത് നടക്കാനായിട്ടാ ഞാൻ മല ചവിട്ടുന്നത് എന്നൊക്കെ പറഞ്ഞ് ആദർശ് സന്തോഷത്തില് നയനയോട് സംസാരിക്കുകയായിരിക്കും. ഈ സമയത്ത് അങ്ങോട്ടേക്ക് കനക വരുന്നുണ്ട്. ആ മോനോ? മോൻ എപ്പോഴാ വന്നേ? ഞാനിപ്പോ വന്നുള്ളൂ അമ്മേ. ഞാൻ അടുക്കളയിലായിരുന്നു, മോൻ വന്നത് ഞാൻ കണ്ടില്ല. അമ്മേ, അച്ഛനെവിടെ? അച്ഛൻ പുറത്തോട്ട് പോയിരിക്കുക, ഇപ്പൊ വരും. നന്ദുവും പുറത്തു പോയിരിക്കുക. ഞാനൊരു കാര്യം കൂടെ പറയാനാ ഇങ്ങോട്ട് വന്നത്. എന്താ മോനെ, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പോക്കറ്റിൽ നിന്ന് ചെക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്താ മോനെ ഇത് ചെക്കാ, 50 ലക്ഷത്തിന്റെ ചെക്ക്. ഇത് അമ്മ വാങ്ങിക്ക്. എന്താ മോനെ, 50 ലക്ഷം രൂപയുടെ ചെക്കോ? ഈ വീട്ടില് ഞങ്ങളെ താമസിപ്പിക്കുന്നത് തന്നെ വലിയ കാര്യ. ഇനി അതിലും മേലെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ആദർശേട്ടാ പറഞ്ഞതല്ലേ, മുത്തശ്ശി സ്വർണ്ണമായിട്ട് വന്നപ്പോൾ തന്നെ എനിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അമ്മയുടെ ജീവൻ ഞാൻ രക്ഷിച്ചു എന്ന് ഓർത്താണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ അതൊന്നും എനിക്ക് വേണ്ട. എൻ്റെ സ്വന്തം അമ്മയെ പോലെ തന്നെയാ ഞാൻ ആദർശേട്ടൻ്റെ അമ്മയെയും കാണുന്നത്. ഇങ്ങനെയുള്ള പരിഗണനയൊന്നും എനിക്ക് വേണ്ട ആദർശേട്ടാ. ഇത് ഞാനായിട്ട് തരുന്നതല്ല, അമ്മ തന്നതാ. ജീവൻ രക്ഷിച്ച തനിക്ക് ലിവർ തന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് അമ്മ എന്നെ കൊണ്ട് എഴുതിച്ചതാ. ഇത് കൊണ്ടുകൊടുക്കാനായിട്ട് അമ്മ തന്നെയാ എന്നോട് പറഞ്ഞത്. അപ്പൊ പിന്നെ ജീവൻ രക്ഷിച്ച കുട്ടിക്ക് തന്നെ ഇത് കൊടുക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എനിക്ക് വേണ്ട ആദർശേട്ടാ, എനിക്ക് പണത്തിനോടോ ഒന്നും ആഗ്രഹമില്ല. ഇതെനിക്ക് വേണ്ട. ഇത് ആദർശേട്ടൻ അമ്മയ്ക്ക് തന്നെ കൊണ്ടുകൊടുക്ക്. വേണ്ട എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞതാ നയനെ, അവര് വേടിക്കില്ല, വെറുതെയാണ് അമ്മ ഇത് കൊണ്ടുകൊടുക്കാൻ പറയുന്നതെന്നൊക്കെ. പിന്നെ അമ്മയുടെ സമാധാനത്തിന് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാന്നാ പറഞ്ഞത്. ഇനി ആ കുട്ടിക്ക് വേണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടുകാർക്കോ ഹസ്ബൻഡിനോ ഒക്കെ കൊടുക്കാനാ പറഞ്ഞത്. ആദർശേട്ടാ, ഈ പൈസ ഇവിടെ വേണ്ട. അത് തന്നെയാണ് കനകയും പറയുന്നത്. മോനെ, ഇത് തിരിച്ചു കൊണ്ടുപോകണം. പൈസയ്ക്കൊന്നും ഇപ്പോൾ ഒരു ആവശ്യമില്ല. മോൻ തന്നെ ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വേറെ ചെലവുകളൊന്നുമില്ല. പിന്നെ എന്തിനാ മോൻ എന്തായാലും ഇത് തിരികെ അമ്മയ്ക്ക് തന്നെ കൊണ്ടുകൊടുക്ക്. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഈ പൈസ വാങ്ങിച്ചേനെ. പക്ഷേ ഇപ്പോൾ നിങ്ങളൊക്കെ സ്നേഹം, അത് മാത്രം മതി എനിക്ക്. എൻ്റെ മക്കള് സന്തോഷത്തോടെ ജീവിക്കുക, അത് മാത്രമേ ഈ അമ്മ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഈ പൈസ അമ്മയ്ക്ക് തന്നെ തിരികെ കൊണ്ടുകൊടുക്ക് എന്ന് കനകയും പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് ചെക്ക് തിരികെ പോക്കറ്റിൽ തന്നെ വെക്കുകയാണ്. എന്നാ ശരി, ഓഫീസിൽ കുറച്ച് വർക്കുകളുണ്ട്, ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട്. കനക നയനയോട് പറയുന്നുണ്ട്, മോളെ, അമ്മയുടെ സ്വഭാവത്തിൽ ഇപ്പോഴൊരു മാറ്റവും ഇല്ലല്ലോ. എന്നാ മോളെ മരുമകളായിട്ട് അംഗീകരിക്കുക. അത് ഓർക്കുമ്പോഴാ അമ്മയ്ക്ക് സങ്കടം. ജീവൻ രക്ഷിച്ച പെൺകുട്ടിയെ ദേവിയനി ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടാ. എന്നാ ആ പെൺകുട്ടി സ്വന്തം മരുമകളാണെന്ന് അറിയുമ്പോൾ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയാത്ത കാരണ ഒന്നും തുറന്നു പറയാത്തത്. എത്രയും വേഗം മോളെ എല്ലാ കാര്യങ്ങളും ദേവിയനി ചേച്ചിയോട് തുറന്നു പറയണം.
ഇനി അതറിഞ്ഞ് എന്തൊക്കെ പ്രശ്നം വന്നാലും അത് മോള് നേരിടണം. അതാ അമ്മയ്ക്ക് പറയാനുള്ളത്. ഇതിൻ്റെ ഇടയിൽ കിടന്നിട്ട് ഒരുപാട് സങ്കടം അനുഭവിക്കുന്നുണ്ട് ആദർശിന്റെ വിഷമം നീ മനസ്സിലാക്കണം മോളെ. എല്ലാ കാര്യങ്ങളും ദേവിയനി ചേച്ചിയോട് തുറന്നു പറയേ എന്ന് അമ്മ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം നയന ഇതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. അങ്ങനെ നയനയെ കാണാനായിട്ട് കല്യാണിയും കിരണും വരുവാണ്. കല്യാണിയാണെങ്കിൽ സത്യങ്ങളൊന്നും അറിയാതെയാണ് നയനയെ കാണാനായിട്ട് വരുന്നത്. നയന കുറെ ആയിട്ട് ഫോണൊന്നും ചെയ്യുന്നില്ല. ഇനി തിരികെ വിളിച്ചാലും നയന ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പരാതിയാണ് കല്യാണിക്ക്. അങ്ങനെ കിരണിനോട് പറഞ്ഞ് കല്യാണി നയനയെ കാണാനായിട്ട് വീട്ടിലോട്ട് വരികയാണ്. ഈ സമയത്ത് പുതിയ വീട്ടിലോട്ടായിരിക്കും പോവുക. അവിടെ ഇപ്പൊ താമസം ആരുമില്ല എന്ന് അയൽക്കാർ പറയുന്നുണ്ട്. പുതിയ വീടിന്റെ അഡ്രസ്സും പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ നയനയെ കാണാനായിട്ട് പുതിയ വീട്ടിലോട്ട് കല്യാണിയും കിരണും വരികയാണ്. കിരണിനെയും കല്യാണിയെയും കാണുന്ന കനക ഓടിച്ചെന്ന്, മോളെ കുട്ടി എവിടെ? കുട്ടി വന്നില്ലേ? ഇല്ല അമ്മേ, അവനെ കൊണ്ടുവന്നില്ല. അവന് ഒരുപാട് നേരമൊക്കെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ വാശി പിടിക്കും. അത് കാരണം അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാ പോന്നെ. അല്ല, എവിടെ നയന? നയനയുടെ ഒരു വിവരമില്ലല്ലോ. ഞാൻ വിളിച്ച അവള് ഫോൺ എടുക്കില്ല. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമ്മേ? അമ്മയുടെ മുഖം എന്താ മാടിയിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, നയന ഉള്ളിലുണ്ട്. മോള് തന്നെ നയനയെ പോയി കാണ് എന്നും പറഞ്ഞ് കല്യാണിയെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നുണ്ട്. കിരണും കൂടെ പോവാണ്. അങ്ങനെ നയന നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് കല്യാണി വരുന്ന സമയത്ത് പെട്ടെന്ന് നയന ഒന്ന് ഞെട്ടുന്നുണ്ട്. എന്താ നിന്റെ കോല ഇങ്ങനെ? നിനക്ക് എന്താ പറ്റിയേ? എന്തെങ്കിലും വയ്യായുണ്ടോ എന്നൊക്കെ കല്യാണി ചോദിക്കുകയാണ്. അത് പിന്നെ കല്യാണി ഇരിക്കെ, ഞാൻ പറയാം എന്നും പറഞ്ഞ് കല്യാണിയെയും കിരണയെയും ഇരുത്തുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് എന്തോ പോലെ തോന്നുന്നു. നിനക്ക് എന്താ പറ്റിയേ? നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ. അത് പിന്നെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. അത് എന്താ നയനെ പറയുന്നേ? നീ എന്നിട്ട് വിവരമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. നിനക്ക് എന്താ പറ്റിയേ? ആൻറ്റിയുടെ കാര്യമില്ല, ഞാൻ അറിഞ്ഞു. അത് അന്ന് മുത്തശ്ശൻ വിളിച്ചപ്പോൾ എല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു. ആൻറ്റി എന്തോ വിഷം ഉള്ളിൽ ചെന്ന് ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും എത്രയും വേഗം ലിവർ മാറ്റി വെക്കണം, അതിനായിട്ടൊരു പെൺകുട്ടി റെഡി ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാണല്ലോ മുത്തശ്ശൻ പറഞ്ഞത്. പിന്നെ നിനക്കെന്താ ഓപ്പറേഷനാ കഴിഞ്ഞേ? ഈ സമയത്ത് നയന പറയുന്നുണ്ട്. അത് പിന്നെ കല്യാണി, ആ പെൺകുട്ടി ഞാനാ. അമ്മയ്ക്ക് ലിവർ കൊടുത്തത് ഞാനാ എന്ന് കല്യാണിയോട് നയന പറയാണ്. ഇത് കേട്ട് കല്യാണിയും കിരണും ആകെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് ആൻറ്റിക്ക് ഇതൊന്നും അറിയില്ലേ? എന്താ കല്യാണി, നിനക്കറിയുന്നല്ലേ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം. പിന്നെ ഞാനാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞാ അമ്മ എങ്ങനെയാ പ്രതികരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ടാ ഞാനൊന്നും അമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞേ. എന്നാലും അമ്മയുടെ ജീവൻ എന്നെ കൊണ്ട് രക്ഷിക്കാൻ പറ്റിയല്ലോ, അത് മാത്രാ ഇപ്പം എൻ്റെ സമാധാനം. ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഡോക്ടർ, ഇപ്പം കുഴപ്പമൊന്നുമില്ല, ചെറിയ ജോലികളൊക്കെ ചെയ്യാം, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നാ ഡോക്ടർ പറഞ്ഞത്. ഇത് കേട്ട് കിരൺ പറയുന്നുണ്ട്. ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടും അമ്മ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്താ കാര്യം? എല്ലാ കാര്യങ്ങളും ആൻറ്റിയോട് തുറന്നു പറയുക. ആൻറ്റിയെ കാണാനായിട്ട് അനന്തപുരിലോട്ട് പോകണം. ആദ്യം നിന്നെ കാണാമെന്ന് കരുതിയിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോൾ ആൻറ്റിയെ പോയി കാണണം. നീ വിഷമിക്കാതിരിക്കുക. എല്ലാം ആൻറ്റി ഒരു ദിവസം അറിയും. അന്ന് നിന്നെ ചേർത്ത് പിടിക്കും. അതെന്തായാലും അധികം വേഗം തന്നെ നടക്കും എന്ന് കല്യാണിയും കിരണും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ച് കല്യാണിയും കിരണും അനന്തപുരിലോട്ട് പോകുന്നുണ്ട്.